ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. സന്ദീപിന്റെ ഫോണിലേക്ക് അനഘ വിളിക്കുകയാണ്. തുടർന്ന് സംസാരിച്ചതിന് ശേഷം സന്തോഷത്തോടെ സന്ദീപ് പറയുകയാണ് ധനുഷിന്റെയും സ്നേഹയുടെയും വിവാഹം മുടങ്ങിയെന്ന്. സച്ചിയേട്ടനെ അർച്ചനയെടുത്തി കണ്ടെത്തിക്കൊണ്ട് വന്നെന്നുമാ പറഞ്ഞത്. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് ആരെയോ ഫോൺ ചെയ്യുകയാണ്. തുടർന്ന് കമല പറയുകയാണ്, ഈ പെണ്ണിങ്ങനെയൊക്കെ ചെയ്തിട്ട് അവസാനം അവിടെയുള്ളവരെല്ലാം ശത്രുക്കളായിട്ട് മാറാതിരുന്നാ മതി. മറ്റാർക്കും നാശം വരുത്തുന്നതൊന്നും തന്നെ നമ്മളുടെ മോള് ചെയ്യില്ലെന്ന് സേതുവിന് നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് അതോർത്ത് നീ വിഷമിക്കണ്ടെന്ന് മാഷ് കമലയോട് പറയുന്നു. തുടർന്ന് ആതിര പറയുകയാണ്, എന്തൊക്കെ നാണം കെട്ട കളിയാ ആ ധനുഷ് ഈ വിവാഹം നടക്കാൻ വേണ്ടി ചെയ്തത്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. കരഞ്ഞുകൊണ്ട് തന്റെ മുറിയിൽ കയറി കഥ കടക്കുന്ന സ്നേഹയാണ് കാണിക്കുന്നത്. എല്ലാവരും കഥകൾ തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും സ്നേഹ കഥക് തുറക്കുന്നില്ല. തുടർന്ന് കഥക് തുറന്നിട്ട് സ്നേഹ പറയുകയാണ്, എനിക്കല്പം സ്വസ്ഥത വേണം. സ്നേഹേ, നിനക്കെല്ലാവരോടും ദേഷ്യമാണെന്ന് എനിക്കറിയാം. നമുക്കെല്ലാത്തിനും പരിഹാരമുണ്ടാക്കാമെന്ന് നന്ദൻ പറയുന്നു. മോളെ എന്ന് അർച്ചന വിളിക്കുമ്പോൾ സ്നേഹ പറയുകയാണ്, എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. എനിക്ക് ദേഷ്യവും വെറുപ്പുമൊക്കെ ഉണ്ടെങ്കിൽ അതെന്നോട് മാത്രമാണ്. ഒരു ക്രിമിനലിനെ സ്നേഹിച്ചതിന്. കുറച്ചു നേരം ഒന്നെന്നെ ഒറ്റയ്ക്ക് വിടെന്ന് പറഞ്ഞ് സ്നേഹ അകത്തേക്ക് കയറി കഥ കടക്കുകയാണ്. അങ്ങനെ എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോകുമ്പോൾ അർച്ചന അവന്തികയോട് പറയുകയാണ്, നിങ്ങൾ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ടെന്നൊന്നും കരുതണ്ട. ധനുഷിനെ പോലെ അല്ലെങ്കിൽ ധനുഷിനേക്കാളും കുറ്റം ചെയ്തിട്ടുള്ളത് നിങ്ങളാണെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. അത് ഞാൻ ഇവിടെ വിളിച്ചു പറയാത്തതേ ഈ ഒരു കാര്യത്തിനല്ല ഞാൻ നിങ്ങൾക്ക് ശിക്ഷ വാങ്ങിത്തരാൻ പോകുന്നത്. നിങ്ങളുടെ കുറ്റങ്ങൾക്ക് പോലീസ് നിങ്ങളെ കയ്യാമം വെച്ചോണ്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെയുള്ളവര് നിങ്ങൾക്കുള്ള ശിക്ഷ വിധിച്ചോളും. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ അർച്ചന മുറിയിലേക്ക് പോകുമ്പോ പേടിയോടെ നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് മുറിയിലിരുന്ന് പൊട്ടിക്കരയുന്ന സ്നേഹയാണ്. പിന്നീട് കാണിക്കുന്നത് സേതുവിനെയാണ്. ഇങ്ങനെയുള്ള ഒരുത്തനെയാണോ നീ നിന്റെ അനിയത്തിക്ക് വേണ്ടി കണ്ടെത്തിയത്? അവൻ എങ്ങനെയുള്ളവനാണെന്ന് അന്വേഷിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞപ്പോ നീയല്ലേ പറഞ്ഞത് അവൻ നല്ലവനാണെന്ന്. എന്നിട്ടിപ്പോ എന്തായി? ഞാൻ എന്താണെങ്കിലും നിന്നെ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്തുന്നില്ല. എന്തെന്നാൽ തെറ്റ് എന്റെ ഭാഗത്തുമുണ്ട്. കൃത്യസമയത്ത് അർച്ചന അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ സ്നേഹയുടെ ജീവിതം എന്തായേനെ? ഇനിയുള്ള സ്നേഹയുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അച്ഛനെയും അമ്മയും കൂടപ്പിറപ്പുകളെയും പോലെയും വാടകയ്ക്കെടുത്തവൻ. അതുപോലും നിനക്ക് കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നിന്നോട് കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. അതേസമയം അർച്ചന സേതുമാധവന്റെ അടുത്തേക്ക് വരികയാണ്. മോളെ, സ്നേഹ വാതിൽ തുറന്നില്ലേ എന്ന് സേതു ചോദിക്കുമ്പോ ഇല്ലച്ചാ, വിളിച്ചാൽ അവൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന് അർച്ചന പറയുന്നു. അവൾ കുറച്ചുനേരം ഒറ്റയ്ക്കിരിക്കട്ടെ മോളെ. മൂത്ത മകനും അച്ഛനും കൂടി അത്രയ്ക്കും ബുദ്ധിമുട്ടല്ലേ അവൾക്കുണ്ടാക്കിയത്. ഇന്ന് രാവിലെയും ഞാൻ ഇവനോട് ചോദിച്ചതാ മോളെ ഇത് നടത്തണോ എന്ന് ദേഷ്യത്തോടെ സേതു പറയുമ്പോ അർച്ചന പറയുകയാണ്, അച്ഛാ, നന്ദേട്ടനെ ഇങ്ങനെ കുറ്റപ്പെടുത്തണ്ട. നന്ദേട്ടനും ഒന്നും അറിയില്ലായിരുന്നല്ലോ. ധനുഷ് പറഞ്ഞതെല്ലാം ആത്മാർത്ഥതയോടാണെന്ന് കരുതി നന്ദേട്ടൻ വിശ്വസിച്ചു. നന്ദേട്ടന്റെ വാക്കുകൾ അച്ഛനും വിശ്വസിച്ചു. കല്യാണത്തിന്റെ തൊട്ടുമുമ്പെങ്കിലും അച്ഛന് അത് നിർത്തിവെക്കാൻ സാധിച്ചല്ലോ. അത് തന്നെ നല്ല കാര്യം. പിന്നെ സ്നേഹയുടെ കാര്യമോർത്ത് അച്ഛൻ വിഷമിക്കണ്ട. എല്ലാത്തിൽ നിന്നും പുറത്തു വരാനായി കുറച്ച് സമയമെടുക്കുമായിരിക്കും. പക്ഷേ അവൾ എന്താണെങ്കിലും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. തുടർന്ന് നന്ദൻ വിഷമത്തോടെ മുറിയിലേക്ക് പോകുമ്പോൾ അർച്ചന സേതുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അച്ഛൻ നന്ദേട്ടനെ കൂടുതൽ കുറ്റപ്പെടുത്തണ്ടെന്ന് അർച്ചന പറയുമ്പോ സേതു പറയുകയാണ്, ഞാനല്ലാതെ പിന്നെ അവനെ എന്ത് ചെയ്യണം മോളെ? നീ എന്നോട് എത്ര വട്ടം പറഞ്ഞതാ ഈ വിവാഹം നിർത്തിവെക്കാൻ? അന്ന് നിന്നെ പറഞ്ഞു മനസ്സിലാക്കിയതല്ലാതെ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ഞാനൊന്ന് അന്വേഷിച്ചത് പോലുമില്ല. ഇതുപോലെയുള്ള പല കാര്യങ്ങൾക്കും ഞാൻ ഇതിനു മുമ്പും നിന്നോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഇപ്പോഴും അത് തന്നെയാ പറയാനുള്ളത്. എന്താ അച്ഛാ ഇങ്ങനെയൊന്നും പറയാതെ? എന്റെ സച്ചിയേട്ടനെ കണ്ടെത്തുക എന്ന ലക്ഷ്യം മാത്രമേ എന്റെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. ധനുഷ് എന്ന വലിയൊരു ക്രിമിനലിന്റെ അടുത്ത് നിന്ന് എന്റെ കുടുംബത്തിനെ ഞാൻ രക്ഷിച്ചതിന് അച്ഛൻ എന്തിനാ എന്നോട് നന്ദി പറയുന്നത്? അനഘയുടെയും സ്നേഹയുടെയും കാര്യത്തില് നമുക്ക് അന്നും ഇന്നും തെറ്റു പറ്റിയിട്ടുണ്ടച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന അവിടുന്ന് പോകുമ്പോ അതേക്കുറിച്ച് ചിന്തിക്കുകയാണ് സേതുമാധവൻ. പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ്. നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ചിരിക്കുകയാണ് സച്ചി. അതേസമയം അർച്ചന മുറിയിലേക്ക് ചെല്ലുന്നു. എന്താ സച്ചിയേട്ടൻ ആലോചിക്കുന്നതെന്ന് അർച്ചന ചോദിക്കുമ്പോ അല്ലടോ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വിപരീതമായ കാര്യങ്ങളാണല്ലോ എല്ലാം നടക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. സാധാരണ പെൺകുട്ടികള് അവരുടെ ഭർത്താക്കന്മാരെ കാണാതിരുന്നാൽ കരഞ്ഞുകൊണ്ടിരിക്കത്തേയുള്ളൂ. പക്ഷേ താനോ ധൈര്യത്തെ മുറുക്കെ പിടിച്ച് എന്നെ തേടി എത്തിയില്ലേ? സച്ചേട്ടാ, ഞാനും ഒരു സാധാരണ പെൺകുട്ടി തന്നെയാ. പിന്നെ എന്റെ കൂടെ വേറെയും സാധാരണ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ധൈര്യവും ശക്തിയും കൊണ്ടാണ് സച്ചേട്ടനെ കണ്ടെത്താൻ സാധിച്ചത്. ജീവിതത്തിലെ ബാക്കി എല്ലാ പ്രശ്നങ്ങളും മറന്ന് എനിക്കൊന്ന് നന്നായി ഉറങ്ങണം. എന്റെ ജീവിതം മാത്രമല്ല എന്റെ അനിയത്തിയുടെ ജീവിതവും കൂടിയാ താനിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. അതിന് എന്റെ മുഴുവൻ കുടുംബവും തന്നോട് എപ്പോഴും കടപ്പെട്ടിരിക്കും. മറ്റൊരാൾ കൂടിയുണ്ട് സച്ചേട്ടാ.
ധനുഷിന്റെ കൂടെ എന്തിനു നിന്ന അവന്തികേട്ടത്തി. ഈ കുടുംബം തല്ലി പിരിയുന്നത് കാണാൻ സാധിക്കാത്തതുകൊണ്ടാ ഞാൻ അവരുടെ പേര് ഇതിന്റെ ഇടയ്ക്കോട്ട് വലിച്ചിഴക്കാത്തത്. ഇത് കേൾക്കുന്ന സച്ചിയും അതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.